ഞാൻ സാറിനെ കമൽ സാറിനല്ല വിളിച്ചിരുന്നത്, ബാപ്പുജിന്നാണ് വിളിച്ചിരുന്നത്. കാരണം നമ്മൾ തൊട്ട അയൽവാസിയായ നമ്മുടെ സമപ്രായക്കാരനായ പപ്പിന്നാണ് അവൻ വിളിക്കുന്നത്, ബാപ്പുജിനെ വിളിച്ചെന്നാണ്. അപ്പൊ അത് കേട്ട് ഞാൻ സാറിനെയായിട്ട് ബാപ്പുജി വിളിച്ചെന്നാണ് വിളിച്ചിരുന്നത്. അവൻ എൻ്റെ ഡാഡി മമ്മിന്നാണ് വിളിച്ചത്. പിന്നീട് ഈ രണ്ട് ഫാമിലിയും അവരവരുടെ ജോലി സംബന്ധമായി മാറുകയും സാറ് ഫാമിലിയും കൊടുങ്ങിലോട്ട് പോവുകയും ഞങ്ങൾ പൊന്നാനി വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ ബോധത്തിൽ അത് ഡയറക്ടറാണ്, സിനിമ സംവിധായകനാണ് എന്നുള്ള വിശദീകരണങ്ങൾ വീട്ടുകാർ തന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫോട്ടോസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ ഒരു ലക്ഷ്യം വെച്ചാണ് ഞാൻ എൻ്റെ 12ാം ക്ലാസ് വരെ മുന്നോട്ട് പോയത്. എനിക്ക് സിനിമയിലേക്ക് കടക്കാൻ ഒരു വാതിലുണ്ട്, അത് കമൽ സാറാണ്. അല്ലെങ്കിൽ എനിക്കൊരു നടനാവാനുള്ള ആഗ്രഹം. ഈ നടനാവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഒരു നടന് മാത്രമാണ് അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റാറുള്ളത്. ബാക്കി എല്ലാ മേഖലകളിലും ഇപ്പോൾ ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് ആവാം, എഴുത്തുകാരുടെ അസിസ്റ്റൻ്റ് ആവാം, ബാക്കി എല്ലാവർക്കും അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് സിനിമയിൽ കയറാം. ഞാൻ നോക്കിയിട്ട് നടനാവാൻ വേണ്ടി മാത്രം ഇപ്പം മമ്മൂക്കയുടെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റുമോ? ഇല്ല. മോഹൻലാലിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു നടനെ വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു നടന് മാത്രമാണ് അതിനുള്ളൊരു അവസരമില്ലാത്തത്. എന്നാൽ എല്ലാവരും സിനിമയിൽ വരുന്നതും അധികവും വരുന്നതും സിനിമ നടനാവാൻ വേണ്ടിയിട്ട്. എന്നാൽ നടന് മാത്രം സിനിമയിൽ കയറാനൊരു അവസരമുണ്ട്. ആ ഇടയ്ക്കാണ് നമ്മുടെ ദിലീപേട്ടൻ ഇങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റന്റ്